Good morning my dear kids. Welcome to my kids garden. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പുതിയൊരു വീഡിയോസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആൽഫബറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ലൈൻസും കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പഠിച്ചതിന് ശേഷം മാത്രമേ ആൽഫബറ്റ് ലെറ്റേഴ്സിലോട്ട് പോകാവൂ. എന്നാലേ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എങ്ങനെ അത് എഴുതണ്ടേ എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡിംഗ് ലൈൻസ്. എന്താണ് സ്റ്റാൻഡിംഗ് ലൈൻസ്? സ്റ്റാൻഡിംഗ് ലൈൻസ് സ്റ്റാൻഡിംഗ് ലൈൻസ് സ്റ്റാൻഡിംഗ് ലൈൻസ് എങ്ങനെയാ? നമ്മളടുത്ത് ഇപ്പൊ ടീച്ചർ പറയാ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? എണീറ്റ് നിൽക്കും. അപ്പൊ എങ്ങനെയാ സ്റ്റാൻഡപ്പ്? നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കും അല്ലേ? അപ്പൊ സ്റ്റാൻഡിംഗ് ലൈൻസ് എങ്ങനെയാ വരയ്ക്കുന്നത്? നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരയ്ക്കണം. മനസ്സിലായോ? ഇതാണ് സ്റ്റാൻഡിംഗ് ലൈൻസ്. സ്റ്റാൻഡിംഗ് ലൈൻസ് എങ്ങനെയാ? ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തിടത്തില്ലേ? നമ്മൾ ബുക്കിൽ വെറുതെ വരച്ചും കുറിച്ചും കളിക്കൂലേ? അപ്പൊ അതിന് പകരം എന്തോ ചെയ്യണം? ചെറുതായിട്ട് ഡോട്ട്സ് ഇടുക. ഡോട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും കേട്ടോ. പക്ഷെ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ വരയ്ക്കുമ്പോൾ എന്തോ ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ടതിന് ശേഷം താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതിന് പറയുന്നത് എന്താണ്? ഇതാണ് സ്റ്റാൻഡിംഗ് ലൈൻസ്. എന്താണ് സ്റ്റാൻഡിംഗ് ലൈൻസ്? നമ്മൾ ഇത് പഠിക്കുന്ന എന്തിനാ? ആൽഫബറ്റ്സിൽ നമുക്ക് ഇത് എഴുതുവാൻ വേണ്ടി, എങ്ങനെയാണ് ഇത് എഴുതണ്ടേ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്ലീപ്പിംഗ് ലൈൻസ്. സ്ലീപ്പിംഗ് ലൈൻസ് എന്ന് പറയപ്പോഴേ അറിയാമല്ലോ എന്തുവാ കാര്യം എന്നുള്ളത്. നമ്മൾ ഉറങ്ങപ്പോൾ എങ്ങനെയാ നമ്മൾ കിടക്കുന്നത്? നമ്മൾ ഉറങ്ങപ്പോൾ കട്ടിലിൽ നേരെ കയറിയും കിടക്കും അല്ലേ? നേരെയും കിടക്കും, ചരിഞ്ഞും കിടക്കും, നിങ്ങൾ കമന്നും എല്ലാം കിടന്നുറങ്ങും അല്ലേ? അപ്പം സ്ലീപ്പിംഗ് ലൈൻസ് എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, സ്ലീപ്പിംഗ് ലൈൻസ് എങ്ങനെയാ? നമ്മൾ ഉറങ്ങുന്നത് ആലോചിച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്തോ ചെയ്യണം? ഇങ്ങനെ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണേ? ഇങ്ങനെ വരയ്ക്കണം. സ്റ്റാൻഡിംഗ് ലൈൻസ് എങ്ങനെയാണോ എഴുതേണ്ടത്, സ്ലീപ്പിംഗ് ലൈൻസ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഇത് രണ്ടും നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. എന്നാലേ നമുക്ക് ആൽഫബറ്റ്സ് കറക്റ്റായിട്ടും എഴുതാൻ പറ്റൂ. നിങ്ങൾക്കറിയാലോ ABCD ഇതെല്ലാം നമ്മൾ എഴുതണമെങ്കിൽ എഴുതപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ സൈഡ്, ഞാൻ അത് പഠിപ്പിക്കുന്നില്ല, ഒന്നും ഇപ്പം പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഈ സൈഡ് ഇങ്ങനെ ചരിക്കണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ പഠിക്കണ്ടേ? അപ്പൊ ലൈൻസും കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൽഫബറ്റ്സ് എങ്ങനെ എഴുതാൻ പറ്റൂന്ന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഞാനിന്ന് പഠിപ്പിച്ചത്? സ്റ്റാൻഡിംഗ് ലൈൻസ്, സ്ലീപ്പിംഗ് ലൈൻസ്. എന്തൊക്കെയാ പഠിപ്പിച്ചേ? സ്റ്റാൻഡിംഗ് ലൈൻസ്, സ്ലീപ്പിംഗ് ലൈൻസ്. അപ്പൊ സ്റ്റാൻഡിംഗ് ലൈൻസ് എങ്ങനെയാ പറഞ്ഞു തന്നത്? താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട്. സ്റ്റാൻഡ് ചെയ്യുന്ന എങ്ങനെയാ? സ്ട്രെയിറ്റ് അല്ലേ? അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് സ്റ്റാൻഡ്. സ്ലീപ്പിംഗ് ലൈൻസ് എങ്ങനെയാ? ഇങ്ങനെ. ഓക്കെ, ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ പഠിപ്പിച്ചത്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.